إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ അവൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് ഒരുമിച്ച് കൂടിയ വിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് സദാസമയവും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്നും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കുടുംബത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലുമൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ഒരു ജീവിതവും സാഹചര്യവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമൊക്കെ വിപരീതമായി നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരാറുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ പരിശോധിച്ചാൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന ആളുകളെ ധാരാളമായി കാണാൻ നമുക്ക് സാധിക്കും.
മാരകമായ രോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ കിട്ടേണ്ട സമാധാനവും കൺകുളിർമയും സംതൃപ്തിയും ലഭിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വേദനകളും ഈ ദുരിതങ്ങളുമൊക്കെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമുക്ക് നൽകിയത് ഒരു പരീക്ഷണമായി കൊണ്ടാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 155-ാമത്തെ വചനം നമ്മൾ പലപ്പോഴും കേട്ടവരും പഠിച്ചവരും ആ ആയത്ത് കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകളാണ്. അള്ളാഹു ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് വലനബ്ലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും അല്ലെങ്കിൽ പട്ടിണി കൊണ്ടും സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ടും മരണം കൊണ്ടുമൊക്കെ എല്ലാ നിലക്കും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെയുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമായി ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആരാണ് ഏറ്റവും നല്ല ആളുകൾ? ആ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് നിലപാട് സ്വീകരിച്ചവനാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. വബശ്ശിരിസ് സ്വാബിരീൻ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ സാധിക്കുന്നവർക്ക്, സഹിക്കാൻ കഴിയുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, നിനക്കൊരാപത്ത് ബാധിച്ചാൽ, നിങ്ങൾക്കൊരു വേദനയുണ്ടായാൽ, കഷ്ടതയുണ്ടായാൽ, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നിങ്ങൾ പറയണമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അത്തരം ആളുകൾക്കാണ് തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത് എന്നാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെന്ന നിലയ്ക്ക് ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അനേകം പരീക്ഷണങ്ങളിലൂടെ, അത് ശാരീരികമായിട്ടുള്ളതാകാം, സാമ്പത്തികമായിട്ടുള്ളതാകാം, മാനസികമായിട്ടുള്ളതാകാം, ഏതൊക്കെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ അവിടെ ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്നാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ,
അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അവന് നന്മയാണ് എന്ന്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അവന് നന്മയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയാണെന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്കല്ലാതെ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ അസ്വാബത്തുഹു സറാ, അവനൊരു ആപത്ത് ബാധിച്ചാൽ, അവനൊരു സന്തോഷമുണ്ടായാൽ, അവനൊരു അനുഗ്രഹം അല്ലാഹു നൽകിയാൽ, അവന് സന്തോഷമുള്ള കാര്യമുണ്ടായാൽ, ശക്കറ, ആ സന്തോഷത്തിൽ അവന്റെ റബ്ബിനോട് അവൻ നന്ദി കാണിക്കുമെന്നാണ്. ഫകാന ഖൈറൻ ലഹു, അത് അവന് നന്മയാണ്. വഇൻ അസ്വാബത്തുഹു ലറാ, അവന് പ്രയാസമുണ്ടായാൽ, അവന്റെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം കടന്നു വന്നാൽ, അവനൊരു ബുദ്ധിമുട്ടോ രോഗമോ പ്രയാസങ്ങളോ ഉണ്ടായാൽ, സ്വബറ, വിശ്വാസിയാണെങ്കിൽ ആ പ്രയാസത്തിൽ, ആ പരീക്ഷണത്തിൽ, ആ ബുദ്ധിമുട്ടിൽ, ആ ദുരിതത്തിൽ അവൻ ക്ഷമിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫകാന ഖൈറൻ ലഹു, അതും വിശ്വാസിക്ക് നന്മയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് അതാണ് നമ്മുടെ ജീവിതത്തിൽ നിലപാടായി ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പല ആളുകൾക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബാധിക്കുമ്പോൾ ക്ഷമ അവലംബിക്കാൻ സാധിക്കാറില്ല, ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അങ്ങേയറ്റം നിരാശനായി പ്രയാസപ്പെട്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ചില ആളുകൾ അല്പം സമാധാനത്തിനു വേണ്ടി ലഹരിയിലേക്കും മദ്യത്തിലേക്കും ഒക്കെ അഭയം തേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. മറ്റു ചിലർ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോലും മനുഷ്യർ എത്തിപ്പെടാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിസ്സാരമായ പരീക്ഷണങ്ങളുടെ പേരിൽ ക്ഷമിക്കാൻ സാധിക്കാതെ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു ജനതയാണ് ഗസയിലെ ജനങ്ങൾ, ഫലസ്തീനിലെ ജനങ്ങൾ. സാമ്പത്തികമായ എല്ലാ നഷ്ടങ്ങളും ദിവസവും നേരിടേണ്ടി വന്ന ഒരു സമൂഹം, ശാരീരികമായ എല്ലാ അവശതകളും പ്രയാസങ്ങളും വേദനകളും ജീവിതത്തിൽ നേരിടുന്ന ഒരു ജനത, മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു ജനത. അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് റബ്ബിൽ ക്ഷമയവലംബിച്ച് റബ്ബിന്റെ വിജയത്തിന്റെ പ്രതീക്ഷ കാത്തു നിൽക്കുന്ന ഒരു ജനതയെ പറ്റി നമ്മൾ ആലോചിച്ചു നോക്കി. നമ്മൾ നേരത്തെ ഓതി വെച്ച ഒരു ആയത്തുണ്ട്, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ആ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ച എല്ലാ പരീക്ഷണങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ജനതയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, നിസ്സാരമായ വേദനകളും പരീക്ഷണങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ മനസ്സ് തളർന്ന് അള്ളാഹുവിലുള്ള പ്രതീക്ഷ അസ്തമിച്ച് എല്ലാം കൈവിട്ട് മദ്യത്തിലേക്കും ലഹരിയിലേക്കും ആത്മഹത്യയിലേക്കും നമ്മളെ നയിക്കപ്പെടുമ്പോ എവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഊർത്തിയുറപ്പിക്കേണ്ടത്? എവിടെയാണ് വിശ്വാസിക്ക് പിഴച്ചു പോകുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ പ്രതിസന്ധികളും എല്ലാ ദുരിതങ്ങളും ഏറ്റിട്ടും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ക്ഷമയോടെ മുന്നോട്ട് നയിക്കുന്ന ആ ജനത നമുക്ക് മാതൃകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
പിഞ്ചു കുട്ടികൾ പോലും ഭക്ഷണമില്ലാതെ പ്രയാസം അനുഭവിക്കുമ്പോ, വേദനകളിൽ ജീവിക്കുമ്പോ, ദുരിതങ്ങളിൽ ഒന്നും സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഒരു ജനതയിലൂടെ കടന്നു പോകുമ്പോൾ ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അവരിൽ നിന്ന് ഈമാനിന്റെ ശക്തി, അവരിൽ നിന്ന്, ആ ജനതയിൽ നിന്ന് അള്ളാഹുവിൽ എത്രത്തോളം ഒരു മനുഷ്യൻ ക്ഷമിക്കണം എന്ന് ആ ജനത പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളും സംഭവിച്ചാലും, അവൻ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പതറിപ്പോകാതെ, നിരാശയില്ലാതെ, മാനസികമായി തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ അവന് സാധിക്കണം. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതായി അല്ലാഹു പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നന്മയാകട്ടെ തിന്മയാകട്ടെ, വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുക. അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. പറയുക നബിയെ, പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല എന്ന്. അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന വിശ്വാസം. മാത്രമല്ല, അവനാണ് ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനനെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ബരമേൽപ്പിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം 51-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചാലും, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അത് അള്ളാന്റെ തീരുമാനമാണ്, അത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ യാതൊരു വിപത്തും യാതൊരു പരീക്ഷണവും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പക്ഷം അവന്റെ ഹൃദയത്തെ അള്ളാഹു നേർവഴിയിലാക്കുമെന്നാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു ഏതു കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു എന്ന്. ലകൈ ലാ തഅസു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണത്. നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖമുണ്ടാക്കുക, അത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന ചിന്തയോടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. എന്താണത്? യഹ്ഫളില്ലാഹ് യഹ്ഫളുക്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫളുക്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നവരാണ് നമ്മളെങ്കിൽ യഹ്ഫളുക്, അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ
അള്ളാഹുവിനോട് ചോദിക്കണം. നീ സഹായം ചോദിക്കുന്നുവെങ്കിൽ നിന്റെ റബ്ബിനോട് മാത്രം സഹായം ചോദിക്കണം. വഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ, ഒരു ജനത മുഴുവൻ നിന്നെ സഹായിക്കാൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ, ഒരു ജനത മുഴുവൻ തീരുമാനിച്ചാൽ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക്, അല്ലാഹ് അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹ് അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉപകാരവും ലോകത്തൊരാൾക്കും നിനക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിശ്വാസം എന്ന് പറയുന്നത്. നിന്നെ ഉപദ്രവിക്കാൻ, നിനക്കൊരു പ്രയാസമുണ്ടാക്കാൻ, നിന്നെ പ്രയാസപ്പെടുത്താൻ ഒരു ജനത മുഴുവൻ തീരുമാനിച്ചാൽ, ഒരുമിച്ച് കൂടിയാൽ, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖതബല്ലാഹു ലക്, ഖതബല്ലാഹു അലൈഹി, അല്ലാഹു എഴുതി വച്ചതല്ലാതെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ തീരുമാനമാണ്. എത്ര ആളുകൾ കൂടിയാലും, ആരൊക്കെ കൂടിച്ചേർന്നാലും അല്ലാഹ് തീരുമാനിച്ചിട്ടില്ലേ അത് സംഭവിക്കുകയില്ല, അത് ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മളെല്ലാവരും നമ്മുടെ നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹുവേ, നീ തരുന്നത് തടയാൻ, നീ നൽകിയത് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല, നീ തടഞ്ഞത് തരാനും ഒരാൾക്കും സാധിക്കുകയില്ല. ആ വിശ്വാസം നമുക്കുണ്ടാവണം. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധിയിലും ക്ഷമയോടെ അല്ലാഹുവിൽ ബരമേൽപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ത് സംഭവിച്ചാലും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും, എത്ര വലിയ പരീക്ഷണങ്ങളാണെങ്കിലും അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അത് അല്ലാഹു രേഖപ്പെടുത്തിയതാണ് എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ കഴിയും. രണ്ടാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത് തവക്കുൽ ഉണ്ടാകണം എന്നാണ്. തവക്കുൽ ഉണ്ടാകണം എന്നാണ്. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് എൻ്റെ സങ്കടങ്ങൾ ഏതുമാകട്ടെ, എന്തുമാകട്ടെ, അത് മാറ്റിത്തരാൻ എൻ്റെ റബ്ബിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ബരമേൽപ്പിക്കുക. അതാണ് വേണ്ടത്. നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകാം. പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും പ്രാർത്ഥിക്കൽ എങ്ങനെ കിട്ടുവയ്ക്കാരെന്ന് വിചാരിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. 100% പ്രതീക്ഷയല്ല. പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവരൊക്കെ 100% പ്രതീക്ഷയോടെയാണ്, തടസ്സങ്ങളേറെ ഉണ്ടായിട്ടും 100% പ്രതീക്ഷയോടെയാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ അവസാനം ഇനിയിപ്പോ പടച്ചോനോട് പ്രാർത്ഥിക്കുക കിട്ടുവയ്ക്കാരം, ഇനി അള്ള വിധിക്കണ പോലെയാണ് പറ്റ, അവസാനം അങ്ങനെ പറയാം. പ്രാർത്ഥിക്കുമ്പോ എന്റെ പ്രയാസങ്ങൾ എന്തുമാകട്ടെ അത് റബ്ബിന് മാറ്റിത്തരാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. റബ്ബിൽ തവക്കുൽ ചെയ്യാൻ കഴിയണം. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് റബ്ബിൽ ബരമേൽപ്പിക്കുക എന്നത്. വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ്. വിശുദ്ധ ഖുർആൻ അനേകം സ്ഥലങ്ങളിൽ, 50-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ തവക്കുലിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, സൂറത്തു ആലു ഇംറാനിന്റെ 159-ാമത്തെ വചനമാണ്. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് നമ്മൾ. ബിസിനസ്സിൽ, കച്ചവടത്തിൽ, കുടുംബ ജീവിതത്തിൽ, ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും ഒരു തീരുമാനമെടുക്കുന്ന, ഫഇദാ അസംത, നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, നീ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. നമ്മളെ നഷ്ടം പറ്റിയിട്ടാണ് ഇനിയിപ്പോ പടച്ചോന്റെ അടുത്ത് ബാക്കി കാര്യമുള്ളൂ. ഒരു തീരുമാനമെടുത്ത് ആദ്യം ബിസ്മില്ലാ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം.
ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തവക്കുൽ ചെയ്യുന്നവരെ, ഭരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭരമേൽപ്പിക്കണം എന്നാണ്. നമ്മളെല്ലാം ബദിരീങ്ങളെ ഏൽപ്പിച്ചിട്ട്, ചില ബൈക്കുമ്പലൊക്കെ കാണാൻ ഒരു പച്ച കളറ് ഒരു തുണിയൊക്കെ ചുറ്റിട്ടുണ്ടാകും, ജാറത്ത് പോയി കെട്ടിയതാണ്. കാരണം ഇതിനാ അവരുടെ ഭരമേൽപ്പിക്കൽ എവിടെയാണ്? ആ നൂലുമ്പലാണ്. യാത്രയിൽ ഒരിക്കലും അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ, വേണ്ടി എൻ്റെ സുഹൃത്തൊരു പുതിയൊരു വാഹനം വാങ്ങി. അത് വാങ്ങി തിരിച്ചു വരുമ്പോണ്ട് ഈ സ്റ്റിയറിങ്ങിന്റെ അടിയിലുള്ള ഇൻഡിക്കേറ്റർ എന്ന സാധനത്തിൽ കുറെ ചുറ്റി വെച്ചിരിക്കുന്നു. ഇതെന്താണ്? ഇതിങ്ങനെ അയച്ചു നോക്കുമ്പോഴാണ് ഏതോ ഒരു ജാറത്തിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി മന്ത്രിച്ച് കെട്ടിയ സാധനമാണ്. ഇതിന് അപകടമല്ലാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവേ, ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുകയാണ്. വാഹനത്തിൽ കയറുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ എന്ന പ്രാർത്ഥന. അല്ലാഹുവിൽ ഏൽപ്പിക്കണം നമ്മളെ. പടച്ചോനെ നമ്മൾ ഏൽപ്പിക്കുന്നത്. ആ റബ്ബ് സഹായിക്കും, ആ റബ്ബ് പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം, ആ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അനേകം മനുഷ്യർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിന് പകരം മരിച്ചു കിടക്കുന്ന ആളുകളെ, മരണപ്പെട്ടു പോയ മഹാന്മാരിൽ പ്രതീക്ഷയർപ്പിച്ച് അവരിൽ തവക്കുൽ ചെയ്ത് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു പറയാണ് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത, മരണമില്ലാത്ത, എന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബിൽ നിങ്ങൾ ഭരമേൽപ്പിക്കണം. വസബ്ബിഹ് ബിഹംദിഹി, അവനെ നിങ്ങൾ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഫതവക്കലു, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും അല്ലാഹു മതി എന്ന ചിന്തയുണ്ടാകണം. വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വകീല. അല്ലാഹുവെ ഭരമേൽപ്പിക്കുകയും നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതി എന്നാണ്, നിനക്കല്ല മതി എന്നാണ്. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മുഹീദ്ദീൻ ശൈഖ് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആ മുഹീദ്ദീൻ ശൈഖ് ഈ ലോകത്തിന് പഠിപ്പിച്ച് തന്ന ആദർശം എന്നത് കഫാക റബ്ബുക്ക്, നിനക്ക് നിന്റെ റബ്ബ് മതിയായവനാണ് എന്നാണ്. എന്ന ആ ആദർശം പഠിപ്പിച്ച മഹാനായ ഒരു മനുഷ്യനെയാണ് ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിലാണ് തവക്കുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ല പ്രിയപ്പെട്ടവരെ ഇസ്ലാം. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ കഴിയണം. റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. റബ്ബിൽ എല്ലാം സമർപ്പിക്കുന്നവനാകണം. നോക്കൂ നിങ്ങൾ, യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്ന് അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിനെ പറ്റി അവരോട് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിക്കുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും സാദത്തുഹും ഈമാന, വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നവരാണവർ. അവരാണ് വിശ്വാസികൾ എന്നാണ്. മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ രക്ഷിതാവിൽ റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരാണ് വിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ എന്ത് പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നാലും എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായാലും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, റബ്ബ് രേഖപ്പെടുത്തി വെച്ചതാണ് എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം. അതോടൊപ്പം ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കാൻ തവക്കുൽ ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള വിശ്വാസികളായി അള്ളാഹു നമ്മളെ മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചു വന്നത്, മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ. അത്തരം സന്ദർഭങ്ങളിൽ തളരാതെ, മനസ്സ് മടുക്കാതെ, മോശമായ ചിന്തകളിലേക്ക് പോകാതെ, യഥാർത്ഥ ദീനിൽ അടിയുറച്ച് ജീവിക്കാനുള്ള വിശ്വാസപരമായ ധൈര്യം ലഭിക്കാനുള്ള മാർഗമാണ് നമ്മൾ പഠിപ്പിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രവാചകന്മാർ, സ്വഹാബാക്കൾ ജീവിച്ച മാർഗം, അവർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടും തൻ്റെ ആളുകളെയും കൊണ്ടുപോകുമ്പോൾ ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ, ചെങ്കടലിന്റെ മുന്നിലെത്തി ഫിർഔനും സംഘവും ആക്രമിക്കാൻ വേണ്ടി പുറകിൽ വരുമ്പോൾ ഇരു സംഘങ്ങളും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഖാല അസ്ഹാബു മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി, നമ്മൾ പിടികൂടാൻ പോവുകയാണ്, പിടിക്കപ്പെടാൻ പോവാണ്. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, കല്ലാ, ഒരിക്കലുമല്ല, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്നാണ്. ആ അത്ര വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ, എല്ലാം അവസാനിച്ചു പോയി എന്ന തോന്നൽ തൻ്റെ കൂടെയുള്ളവർക്കുണ്ടായപ്പോൾ, നമ്മൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണ് എന്ന ഉറപ്പുണ്ടാകുമ്പോൾ, മനസ്സ് തളർന്ന തൻ്റെ ജനതയോട് ആത്മവിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ ഒരു വാക്കാണ് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഏത് സമയത്തും എന്നെ സഹായിക്കാൻ ഒരാള് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം, അതാണ് നമുക്കുണ്ടാകേണ്ടത്. എവിടെയും തളർന്നു പോകാൻ പാടില്ല. എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാത്തിനെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം. അതുകൊണ്ടാണ് അല്ലാഹ് മറുപടി കൊടുത്തത്, മൂസ, നിന്റെ വടി കൊണ്ട് നീ കടലിലടിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചത്. അതാണ് തവക്കുലിന്റെ പവർ. അതാണ് റബ്ബിൽ ബരമേൽപ്പിക്കുന്നതിന്റെ പ്രതിഫലം. അതാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. നമ്രൂദിന്റെ വലിയ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ, തീയിൽ ചുട്ടരിക്കാൻ അത്ര വലിയ തീയുണ്ടാക്കി അത് ആളിക്കത്തിച്ചതിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ധൈര്യത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്നാണ്. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനാണെന്ന് പ്രഖ്യാപിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. യാ നാറു കൂനി ബർദം വസലാമ, അള്ളാന്റെ മറുപടിയാണ്, തീയെ നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമാകണമെന്നാണ്. ഭരമേൽപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. മാത്രമല്ല, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്.
അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്, വലിയ ധൈര്യം നൽകുന്നതാണ്. നമ്മുടെ മനസ്സ് മടുത്തു പോകുന്നതിൽ നിന്ന് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ. സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. അനന്തരാവകാശിയായ ഒരു മകനെ നൽകണം, ഒരു കുഞ്ഞിനെ നൽകണമെന്ന പ്രാർത്ഥനയാണ്. അതിനെന്തൊക്കെ തടസ്സങ്ങളാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ. അല്ലാഹുവേ, എല്ലുകളൊക്കെ നുരുമ്പിപ്പോയിട്ടുണ്ട്, ശക്തിയില്ല, ശക്തിയൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ട്. വഷ്തഅല റഅസു ശൈബ, മുടിയൊക്കെ നരച്ച് തിളങ്ങുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വയസ്സനയിക്കുന്ന അർത്ഥം. ശാരീരികമായ എല്ലാ അവശതകളും നേരിടുന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. മാത്രമല്ല അദ്ദേഹം തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്, എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാൻ കഴിയാത്തൊരു പെണ്ണാണ്, വന്ധ്യത ബാധിച്ച പെണ്ണാണെന്നാണ്. നോക്കി നിങ്ങൾ, ഒരിക്കലും നമ്മളൊക്കെ കണക്കിൽ കൂട്ടുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലാത്തൊരു സംഗതി. അവിടെ സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ, നെഞ്ചത്ത് കൊത്തി വെക്കണം. നമ്മൾ ഹൃദയത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ, ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ഞാൻ ആരോഗ്യപരമായി ക്ഷയിച്ച അവസ്ഥയിലാണ്. പക്ഷേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ഭാഗ്യം കെട്ടുപോയിട്ടില്ല. നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ഭാഗ്യം കെട്ടുപോയിട്ടില്ല എന്നാണ്. കാരണം കിട്ടുന്ന ഉറപ്പാണ്. എനിക്ക് നിരാശയില്ല റബ്ബേ. അള്ളാന്റെ മറുപടി, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. നിനക്കൊരു ആൺകുഞ്ഞുണ്ടാകുന്നത് എന്റെ സന്തോഷ വാർത്ത അറിയിക്കണം. എന്നിട്ട് അള്ളാഹ് പറയുന്നു ഇസ്മുഹു യഹ്യ. അള്ളാഹ് ആ കുഞ്ഞിന് യഹ്യ എന്നൊരു പേരും കൂടി പറഞ്ഞു കൊടുത്തു. ആ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സൗർ ഗുഹയിൽ നിൽക്കുമ്പോൾ, ആ ഗുഹയിൽ അഭയം തേടി നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ, ആ ശത്രുക്കളൊന്ന് തായോട്ട് നോക്കിയാൽ, അവരുടെ കാലിനടിയിലേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടുമെന്നാണ്, അവർ നമ്മളെ കാണുമെന്നാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത ധൈര്യമുണ്ട്. അബൂബക്കറെ, അള്ളാഹു മൂന്നാമനായി ഉള്ള രണ്ടാളുകളെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം, നിന്റെ വിചാരം എന്താണ് എന്നാണ്. മൂന്നാമനായി കൂടെയുള്ള രണ്ടാളുകളെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം എന്നാണ്. ഏത് പ്രതിസന്ധിയിലും എവിടെയും ഒറ്റപ്പെട്ടു പോയാലും കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം, അതാണ് ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള നമ്മുടെ ഹൃദയത്തിലെ അള്ളാഹു നൽകേണ്ട, നമുക്കുണ്ടാകേണ്ട മരുന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു മാതൃക പിൻപറ്റാൻ നമുക്ക് കഴിയണം. പ്രവാചകന്മാരുടെ മാതൃക, സ്വഹാബത്തിന്റെ മാതൃക നമുക്ക് പിൻപറ്റാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകാൻ പാടില്ല. വിശ്വാസി ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല, മനസ്സ് മടുത്തു പോകാൻ പാടില്ല. അള്ളാഹു നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് അവന്റെ മനസ്സ് പ്രയാസപ്പെട്ട് അവൻ തിരിഞ്ഞു പോകാൻ പാടില്ല. ജീവിതം അവസാനിപ്പിക്കുന്ന ആത്മഹത്യയിലേക്ക് ഒരു വിശ്വാസിക്കും പോകേണ്ട അവസ്ഥ ഇസ്ലാമിലില്ല എന്നുള്ള. എവിടെയും അള്ളാഹുവിന്റെ സന്തോഷവും കാരുണ്യവും അനുഗ്രഹവും സമാധാനവും അവന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു മാരകമായ അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മനുഷ്യർ രോഗികളായി
പ്രയാസം അനുഭവിക്കുന്ന, കടബാധ്യതകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. പ്രതിസന്ധികളിൽ ക്ഷമിക്കാനും സഹിക്കാനും റബ്ബിനോട് പ്രാർത്ഥിക്കാനും റബ്ബിൽ മാത്രം വരമേൽപ്പിക്കാനുമുള്ള ഈമാനികമായ മനസ്സല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ ജനത പ്രയാസം അനുഭവിക്കുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്ത് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ ഒരു ജീവിതം അള്ളാഹു അവർക്ക് പകരം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിൽ ഉറച്ചു നിൽക്കാനും മരണം വരെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين والمجاهدين في فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.